So our next portion is percentage composition. എന്താണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഇറ്റ് ഈസ് ദി മാസ് പെർസെൻറ്റേജ് ഓഫ് ഈച്ച് കൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. അതാണ് നമ്മൾ സാധാരണ എന്ത് പറയുന്നത്, പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കോമ്പൗണ്ടിലുള്ള ഈച്ച് കൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ്, ആ മാസ് പെർസെൻറ്റേജിനെയാണ് നമ്മൾ ആ എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ആ കോമ്പൗണ്ടിലുള്ള ആ എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഈസ് ദി മാസ് പെർസെൻറ്റേജ് ഓഫ് ഈച്ച് കൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിനൊരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സപ്പോസ് വി ഹാവ് എ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിൽ എക്സ് എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്, ഏതോ ഒരു എലമെൻ്റ് ആയിക്കോട്ടെ. അപ്പോൾ ആ എക്സ് എന്ന് പറയുന്ന ആ എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ, ആ കോമ്പൗണ്ടിലുള്ള പെർസെൻറ്റേജ് കോമ്പോസിഷൻ എത്രയാണ് എന്ന് നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ റിലേഷൻ എങ്ങനെയാണ്, പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എലമെൻറ്റ് എക്സ് ഇൻ ദി കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിലുള്ള എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കാണാനുള്ള ഇക്വേഷൻ മാസ് ഓഫ് എക്സ് ഇൻ ദി കോമ്പൗണ്ടിലുള്ള മാസ്, എക്സിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് കോമ്പൗണ്ടിൻ്റെ ടോട്ടൽ മാസ് ഇൻറ്റു 100. ദിസ് ഈസ് ദി ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കാണാനുള്ള ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയത്. മാസ് പെർസെൻറ്റേജ് ഓഫ് or percentage composition of x in the compound is equal to mass of x in the compound divided by total mass of compound into 100. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുന്നു. നമുക്ക് ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ വാട്ടർ. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ വാട്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ വാട്ടറിൻ്റെ മോളിക്കുലർ ഫോർമുല നമുക്കറിയാം, H2O എന്നാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മോളിക്കുലർ മാസ് കണ്ടാൽ അതായിരിക്കും ആ കോമ്പൗണ്ടിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ നമുക്കറിയാം, ഹൈഡ്രജൻ്റെ 1 ആണ്, അങ്ങനത്തെ 2 ഉണ്ട്, പ്ലസ് ഓക്സിജൻ്റെ 16 ആണ് ഇൻറ്റു 1, ദാറ്റ്സ് ഈക്വൽ ടു 2 + 16 ഈക്വൽ ടു 18 ഗ്രാം ആണ് ആ വാട്ടറിൻ്റെ ടോട്ടൽ മാസ്. അതിൽ 2 ഗ്രാമാണ് ഹൈഡ്രജൻ ഉള്ളത്. ഓക്കെ, സോ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഹൈഡ്രജൻ ബൈ ടോട്ടൽ മാസ് എത്രയാണ് 18 ഇൻറ്റു 100, ദാറ്റ്സ് ഈക്വൽ ടു 11.18% എന്ന് കിട്ടും. 11.18% എന്ന് കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഓക്സിജൻ ഇൻ വാട്ടറും കണ്ടുപിടിക്കാം. ഇങ്ങനെ 2 എലമെൻറ്റ് മാത്രമുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു എലമെൻറ്റിൻ്റെ കിട്ടിയാൽ ബാക്കി 100 മൈനസ് ദാറ്റ് നമ്പർ ആയിരിക്കും മറ്റേ എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതാം അല്ലേ. ഇപ്പോൾ 18 ഗ്രാം വാട്ടറിൽ 16 ഗ്രാം എന്താണ്, ഓക്സിജനാണ്. സോ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് oxygen in water is equal to 16 divided by 18 into 100 ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ H2SO4 എന്നാൽ സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിലുള്ള ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ടോട്ടൽ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ മോളിക്കുലർ മാസ് കണ്ടാൽ മതി. അങ്ങനെയാകുമ്പോഴത്തേക്കും 2 ഇൻറ്റു 1 പ്ലസ് സൾഫറിൻ്റെ 32 ആണ്, പ്ലസ് ഓക്സിജൻ്റെ 16 ഇൻറ്റു 4, ഓരോ ഓക്സിജൻ്റെ 16 ആണ്. അപ്പോൾ അങ്ങനത്തെ 4 ഉണ്ട്. ദെർഫോർ 2 + 32 + 64 എന്ന് വരും, ദാറ്റ്സ് ഈക്വൽ ടു 98. അപ്പോൾ ദിസ് ഈസ് ദി
ടോട്ടൽ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ടോട്ടൽ മാസ്സാണ്. അതിൽ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ H2SO4 എന്ന് പറയുമ്പോൾ എങ്ങനെയാവും? 2 ഡിവൈഡഡ് ബൈ 98 ഇൻറ്റു 100 ആവും. ദാറ്റ്സ് ഈക്വൽ ടു 2.04%. ഇതേപോലെ തന്നെ ബാക്കി നമുക്ക് സൾഫറിൻ്റെയും ഓക്സിജൻ്റെയും ഒക്കെ കണ്ടുപിടിക്കാനാവും. സപ്പോസ് നമുക്ക് സൾഫറിൻ്റെ കാണണമെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് സൾഫർ ഇൻ H2SO4 എങ്ങനെയായിരിക്കും? 32 ഗ്രാം. 98 ഗ്രാമിൽ 32 ഗ്രാം ആരാണ്? സൾഫറാണ്. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 98 ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്സിജൻ്റെതാണെങ്കിലോ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 64 ഗ്രാം ഓക്സിജൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 64 ബൈ 98 ഇൻറ്റു 100 ആയിരിക്കും. ഇതുപോലെ നമുക്ക് ഏതൊരു കോമ്പൗണ്ടിലെയും ഏതൊരു എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ അടുത്ത പോർഷനാണ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല എന്ന ഭാഗം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ട് നമ്മൾ ഒരു കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നേ എന്താണ് എംപിരിക്കൽ ഫോർമുല അല്ലെങ്കിൽ എന്താണ് മോളിക്കുലാർ ഫോർമുല എന്നതിനെ പറ്റിയൊരു ധാരണ വേണം. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എംപിരിക്കൽ ഫോർമുല ഗിവ്സ് ദി സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ ഓഫ് കൺസ്റ്റിറ്റ്വൻ്റ് എലമെൻറ്റ്സ് ഇൻ എ കോമ്പൗണ്ട്. അതായത് ഒരു കോമ്പൗണ്ടിലുള്ള കൺസ്റ്റിറ്റ്വൻ്റ് എലമെൻസിൻ്റെ ആറ്റങ്ങൾ തമ്മിലുള്ള റേഷ്യോ തരുന്ന സിംപ്ലസ്റ്റ് റേഷ്യോ തരുന്ന ഒരു ഫോർമുലയാണ്, സിംപ്ലസ്റ്റ് ഫോർമുലയാണ് എന്ത്? എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദി എംപിരിക്കൽ ഫോർമുല ഓഫ് ബെൻസീൻ ഈസ് CH. എംപിരിക്കൽ ഫോർമുല ഓഫ് ബെൻസീൻ ഈസ് CH എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബെൻസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ കാർബണും ഹൈഡ്രജനും 1:1 എന്ന റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, എംപിരിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് ഈസ് CH2O. ഗ്ലൂക്കോസിൻ്റെ എംപിരിക്കൽ ഫോർമുല CH2O എന്നാണ്. അതിൻ്റെ അർത്ഥം ഗ്ലൂക്കോസിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും 1:2:1 എന്ന റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. സോ എംപിരിക്കൽ ഫോർമുല ഗിവ്സ് ദി സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ ഓഫ് കൺസ്റ്റിറ്റ്വൻ്റ് എലമെൻറ്റ്സ് ഇൻ എ കോമ്പൗണ്ട്. ഓക്കെ. അതേസമയം മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല ഗിവ്സ് ദി ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് വാരിയസ് എലമെൻറ്റ്സ് ഇൻ എ കോമ്പൗണ്ട്. അപ്പോൾ ഒരു കോമ്പൗണ്ടിലുള്ള കൺസ്റ്റിറ്റ്വൻ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണോ ആ എലമെൻസിൻ്റെ ആറ്റങ്ങൾ എത്രത്തോളം ഉണ്ട്, ആക്ച്വലി എത്രത്തോളം ഉണ്ട് എന്ന് തരുന്ന ഫോർമുലയാണ് എന്ത്? മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബെൻസീനിൻ്റെ എംപിരിക്കൽ ഫോർമുല CH ആണെങ്കിൽ അതിൻ്റെ മോളിക്കുലാർ ഫോർമുല C6H6 എന്നാണ്. അതായത് ബെൻസീനിൻ്റെ മോളിക്യൂളിൽ 6 കാർബണും 6 ഹൈഡ്രജൻ ആറ്റങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ നമുക്കറിയാം ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല C6H12O6 എന്നാണ്. അതായത് 6 കാർബണും 12 ഹൈഡ്രജനും 6 ഓക്സിജനും അടങ്ങിയതാണ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഫോർമുലയാണ് നമ്മൾ എന്ത് പറയുക? മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എന്താണ്, മോളിക്കുലാർ ഫോർമുല എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല? ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ എംപിരിക്കൽ ഫോർമുലയിൽ നിന്നാണ് നമ്മൾ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ നമുക്കൊരു ഇക്വേഷൻ പോലെ എഴുതാം. മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ഇതിൽ n എന്ന് പറയുന്നത് ഒരു സംഖ്യയാണ്, ഒരു ഹോൾ നമ്പറാണ്. ആ n എന്ന് പറയുന്ന ആ സംഖ്യേൻ്റെ പ്രത്യേകത, ആ n നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? മോളിക്കുലാർ മാസ്
ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളിക്കുലർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു സംഖ്യയാണ് എൻ എന്ന് പറയുന്നത്. ആ എന്നിനെ കൊണ്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എംപിരിക്കൽ ഫോർമുലയിൽ നിന്നാണ് ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? മോളിക്കുലാർ ഫോർമുല കിട്ടാൻ എംപിരിക്കൽ ഫോർമുലയെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് എൻ? മോളിക്കുലാർ മാസിനെ, അതായത് ആ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ മാസിനെ ആ കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട്, എംപിരിക്കൽ ഫോർമുല മാസ് എന്നാൽ എംപിരിക്കൽ ഫോർമുലയിലുള്ള കോമ്പൗണ്ടിൻ്റെ എലമെൻസിൻ്റെ മാസസ് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടും. നമ്മൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ എംപിരിക്കൽ ഫോർമുലയിലുള്ള എലമെൻസിൻ്റെ അറ്റോമിക് മാസസ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എംപിരിക്കൽ ഫോർമുല മാസ്. അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, മോളിക്കുലാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പറാണ്, സംഖ്യയാണ് എൻ എന്ന് പറയുന്നത്. ആ എന്നിനെ കൊണ്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ ഫോർമുല കിട്ടും. ഇനി നമുക്കൊരു കോമ്പൗണ്ടിലുള്ള കൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻസിൻ്റെ പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ തന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ എംപിരിക്കൽ ഫോർമുലയും ആ എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ മോളിക്കുലാർ ഫോർമുലയും ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നത് എന്നാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട്, എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഫൈൻഡ് ദി മോളിക്കുലാർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. ദി മോളിക്കുലാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഈസ് ഈക്വൽ ടു 30. കാർബൺ 80% ആൻഡ് ഹൈഡ്രജൻ 20%. അപ്പോൾ കാർബണും ഹൈഡ്രജനും രണ്ട് എലമെൻറ്റ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. അതിൽ കാർബൺ 80% ആണ്, ഹൈഡ്രജൻ 20% ആണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ എംപിരിക്കൽ ഫോർമുല എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്തെടുക്കുക എന്ന് നോക്കുക. നമുക്ക് ആദ്യം എംപിരിക്കൽ ഫോർമുല ഉണ്ടാക്കാൻ നമുക്കൊരു 6 കോളം ടേബിള് നമ്മൾ ഉണ്ടാക്കാം. 6 കോളം ടേബിൾ. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു രീതി എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇത് വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 6 കോളം ടേബിൾ. 1 2 3 4 5 6. ഇതിൽ ഫസ്റ്റ് കോളത്തിൽ എലമെൻറ്റ് ഏതൊക്കെയാണ് എലമെൻറ്റ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ പേഴ്സൻറ്റേജ്. മൂന്നാമത്തതിൽ അതിൻ്റെ അറ്റോമിക് മാസ്. മൂന്നാമത്തേൽ അതിൻ്റെ അറ്റോമിക് മാസ്. നാലാമത്തതിൽ എന്താ? പേഴ്സൻറ്റേജ് ബൈ അറ്റോമിക് മാസ്. പേഴ്സൻറ്റേജ് ബൈ അറ്റോമിക് മാസ്. ദെൻ അടുത്തതിൽ സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ. സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ. നെക്സ്റ്റ് ലൈനിൽ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. ദീസ് ആർ ദി കോളംസ്. നമുക്കിവിടെ 2 എലമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് എലമെൻറ്റ് ഏതാണ്? കാർബൺ ആണ്. കാർബണിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്? 80% ആണ്. അതിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ് അല്ലേ? അപ്പോൾ പേഴ്സൻറ്റേജ് ബൈ അറ്റോമിക് മാസ് എത്രയാണ്? 80 ഡിവൈഡഡ് ബൈ 12. ദാറ്റ്സ് ഈക്വൽ ടു 6.67. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ അടുത്തത് പറയും. അടുത്ത ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്? ഹൈഡ്രജൻ്റെ പേഴ്സൻറ്റേജ് 20% ആണ്. അതിൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. ഓക്കെ, അപ്പോൾ പേഴ്സൻറ്റേജ് 20 ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് എന്നാൽ 20 ഡിവൈഡഡ് ബൈ 1 എന്നാൽ 20. നമ്മൾ എങ്ങനെയാണ് സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ പേഴ്സൻറ്റേജ് ബൈ അറ്റോമിക് മാസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഈ നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് നോക്കുക. ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ ഇവിടെ 20 കിട്ടിയിട്ടുണ്ട്, 6.67 കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിലെ ചെറിയ നമ്പർ 6.67. അതിനെ കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ കിട്ടും. അതായത് ഇവിടെ എന്താവും? 6.67 ഡിവൈഡഡ് ബൈ 6.67 ദാറ്റ്സ് ഈക്വൽ ടു 1. അതേപോലെ നമുക്കിവിടെ 20 കിട്ടിയിട്ടുണ്ട്. 20 ഡിവൈഡഡ് ബൈ 6.67 ദാറ്റ്സ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ കിട്ടി 1:3 എന്ന് കിട്ടി. നിങ്ങളിവിടെ സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ എഴുതുമ്പോൾ സപ്പോസ് ഇവിടെ നമുക്കൊരു 2.98 എന്നൊക്കെയാണ് വന്നെങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കണം? 3 ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് 1.0001 എന്നൊക്കെ കിട്ടുന്നെങ്കിൽ നമ്മളത് 1 ആയിട്ട് അങ്ങ് എടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ 1.5 ഒക്കെയാണ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 1.5നെ നമുക്ക് അടുത്ത ഹോൾ നമ്പർ ആക്കാൻ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായി. അതേ 2 കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതണം. അങ്ങനെയാണ് നമ്മൾ ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് എത്തുന്നത്. ഇവിടെ 1.3 നമുക്ക് കിട്ടുകൊണ്ട് നമുക്കിവിടെ എന്തെന്നെ എഴുതിയാൽ മതി? 1.3 എന്ന് തന്നെ എഴുതിയാൽ മതി. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം
ഈ കോമ്പൗണ്ടിൽ കാർബണും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിരിക്കുന്നത് 1:3 എന്ന അറ്റോമിക് റേഷ്യോയിലാണ്. സോ ദി എംപിരിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്, എംപിരിക്കൽ ഫോർമുല എന്താണ് കിട്ടുക? C1H3 അല്ലെങ്കിൽ CH3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പോൾ എംപിരിക്കൽ ഫോർമുല കിട്ടിയാൽ നമുക്ക് അതിൻ്റെ മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം അല്ലേ? എന്തായിരുന്നു ആ റിലേഷൻ? മോളിക്കുലാർ ഫോർമുലയെ നമുക്ക് ചുരുക്കി MF എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുലയെ നമുക്ക് ചുരുക്കി EF എന്ന് എഴുതാം. അപ്പോൾ ഈ N എങ്ങനെയാണ് കിട്ടിയത്? N ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്, ഇങ്ങനെ കിട്ടും. അപ്പോൾ മോളിക്കുലാർ മാസ് നമുക്ക് ക്വസ്റ്റ്യനെ തന്നിട്ടുണ്ട്, എത്രയാണ്? 30 ആണ്. എംപിരിക്കൽ ഫോർമുല എത്രയായിരിക്കും? എംപിരിക്കൽ ഫോർമുല CH3 ആണ്. അപ്പോൾ അതിൻ്റെ മാസ് എത്രയായിരിക്കും? 12 + 1 × 3 തന്നെ എത്രയാണ്? 12 + 3 = 15 ആയിരിക്കും അതിൻ്റെ എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് N കണ്ടുപിടിക്കാം. N ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് എത്രയാണ്? 15. ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ Nൻ്റെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടിയാൽ അതിനെ നമ്മൾ എംപിരിക്കൽ ഫോർമുല കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ ഫോർമുല കിട്ടും. സോ ദി മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ്, ഇവിടെ എംപിരിക്കൽ ഫോർമുല എന്നാൽ CH3 ആണ് അല്ലേ? അപ്പോൾ 2 × C1H3 എന്ന് വരും. അപ്പോൾ എന്തായി? 2 × 1 എന്താവും? C2. 2 × 3 എന്താവും? H6. സോ ദിസ് ഈസ് ദി മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ഒന്നുമില്ല, നമ്മൾ ആദ്യം എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിച്ചു. അതിന് നമ്മളിങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ചെയ്തു. പിന്നെ നമ്മൾ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിച്ചു, N കണ്ടുപിടിച്ചു, മോളിക്കുലാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ചില കേസിൽ പിന്നെ മോളിക്കുലാർ മാസ് തന്നില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ വേപ്പർ ഡെൻസിറ്റി ഒക്കെ തരും. വേപ്പർ ഡെൻസിറ്റിയും മോളിക്കുലാർ മാസും തമ്മിലുള്ള റിലേഷൻ എന്നാൽ വേപ്പർ ഡെൻസിറ്റിയുടെ 2 മടങ്ങായിരിക്കും എന്ത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മൈ മോളിക്കുലാർ മാസ് ഈസ് 180. മൈ ബോഡി കണ്ടെയ്ൻസ് 40% കാർബൺ, 6.67% ഹൈഡ്രജൻ ആൻഡ് റെസ്റ്റ് ഓക്സിജൻ. ദെൻ ഫൈൻഡ് ഔട്ട് മൈ കെമിക്കൽ ഫോർമുല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. മോളിക്കുലാർ ഫോർമുല ഉണ്ടാക്കാൻ നമുക്കിപ്പോൾ അറിയാം. നമ്മൾ അതിനാദ്യം ഓരോ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതിൽ നമുക്ക് നോക്കുക, കാർബൺ നമുക്ക് 40% ആണ് തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ നമുക്ക് 6.67% ആണ് തന്നിട്ടുണ്ട്, ഓക്സിജൻ ബാക്കി ഓക്സിജൻ എന്നാണ് പറഞ്ഞത്, ആൻഡ് ദ റെസ്റ്റ് ഓക്സിജൻ. അപ്പോൾ നമുക്ക് മൊത്തം എത്രയുള്ളത്? 100% ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പെർസെൻറ്റേജസ് മിനിമൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കിട്ടും. അതായത് 100 - 46.67. 46.67 എന്ന് പറയുമ്പോൾ 53.33% കിട്ടും. അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ എത്രയാണ്? 53.33% ആണ് ഇവിടെ ആരെ പെർസെൻറ്റേജ്? ഓക്സിജൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുല ഉണ്ടാക്കാൻ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 6 കോളം ടേബിൾ വരയ്ക്കുക. 6 കോളം. അതിൽ ഫസ്റ്റിൽ എലമെൻറ്റ്, പെർസെൻറ്റേജ്, അറ്റോമിക് മാസ്, പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ്, സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ, സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. ഇതിൽ നമുക്ക് 3 എലമെൻ്റ് ഉള്ളത് കൊണ്ട് കുറച്ച് വലിയ ടേബിൾ വരയ്ക്കുന്നതാണ് നല്ലത്. നേരത്തെ 2 എലമെൻ്റ് ആയിരുന്നു നമ്മൾ ഡിസ്കസ്, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ദിസ് ഈസ് ദി എലമെൻറ്റ്. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ദെൻ അതിൻ്റെ പെർസെൻറ്റേജ്, കാർബൺ 40%, ഹൈഡ്രജൻ 6.67%, ദെൻ ഓക്സിജൻ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ 53.33%. ദെൻ അതിൻ്റെ അറ്റോമിക് മാസ്, കാർബണിൻ്റെത് 12 ആണ്, ഹൈഡ്രജൻ്റെത് 1 ആണ്, ഓക്സിജൻ്റെത് 16 ആണ്. ദെൻ അടുത്ത ടേബിളിൽ അടുത്ത കോളത്തിൽ പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ്. സോ ഇവിടെ 40 / 12 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 3.5
6.33 എന്ന് വരും. 3.33. ദെൻ അടുത്തത് 6.67 ഡിവൈഡഡ് ബൈ 1 ദാറ്റ്സ് ഈക്വൽ ടു 6.67. ഇവിടെ 53.33 ഡിവൈഡഡ് ബൈ 16 വരും. ദാറ്റ്സ് ഈക്വൽ ടു 3.33. അപ്പോൾ നമുക്ക് രണ്ടിടത്തിൽ 3.33 കിട്ടിയിട്ടുണ്ട്, ഒരിടത്തിൽ 6.67 ആണ്. അപ്പോൾ ഇതിൽ കുറഞ്ഞ നമ്പർ ഏതാണ്, അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ അവിടെ നമുക്ക് സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ കിട്ടും. ഇവിടെ എങ്ങനെയായിരിക്കും 3.33 ഡിവൈഡഡ് ബൈ 3.33 ദാറ്റ്സ് ഈക്വൽ ടു 1. ഇവിടെയോ 6.67 ഡിവൈഡഡ് ബൈ 3.33 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുക 2.00 എന്ന് വരും. അത് നമുക്ക് 003 എന്നൊക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് അതിനെ 2 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് ഓൾസോ 3.33 ഡിവൈഡഡ് ബൈ 3.33 ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് അവിടെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ നമുക്ക് ഇങ്ങനെ എഴുതാം. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഈസ് ഈക്വൽ ടു 1:1 എഴുതാം. സോ ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്, empirical formula ഈ കോമ്പൗണ്ടിന് എംപിരിക്കൽ ഫോർമുല നമുക്ക് എങ്ങനെ കിട്ടും? 1:2:1 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പോൾ C1H2O1 എന്ന് കിട്ടും. ഇനി നമുക്കിതിന് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. മോളിക്കുലാർ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കാം? മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ഇവിടെ N കണ്ടുപിടിക്കുക എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഇവിടെയുള്ള എംപിരിക്കൽ ഫോർമുല മാസ് എത്രയാണ് നോക്കുക? കാർബണിൻ്റെത് 12 ആണ്, ഹൈഡ്രജൻ്റെത് 1 ആണ്. അപ്പോൾ 2 ആവും പ്ലസ് 16. 14 + 16 എന്ന് പറയുമ്പോൾ 30 എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുല മാസ് നമുക്ക് കിട്ടിയ എത്രയാണ്? 30 ആണ്. അപ്പോൾ നമുക്കിവിടെ N കണ്ടുപിടിച്ചാൽ N എത്രയാണ്? മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. മൈ മോളിക്കുലാർ മാസ് ഈസ് 180 തന്നിട്ടുണ്ട്. 180 ഡിവൈഡഡ് ബൈ 30 ദാറ്റ്സ് ഈക്വൽ ടു 6 എന്ന് വരും. അപ്പോൾ Nൻ്റെ വാല്യൂ നമുക്ക് 6 കിട്ടിയാൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല എങ്ങനെ എഴുതാം? മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു C1H2O1 ദാറ്റ്സ് ഈക്വൽ ടു 1 ഇൻറ്റു 6 എന്തായി? C6 H 2 ഇൻറ്റു 6 12 O1 ഇൻറ്റു 6 6. ദിസ് ഈസ് ദി മോളിക്കുലാർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. നമുക്കറിയാം അത് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്ന ടോപ്പിക്. എന്താണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ? ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ റിയാക്ഷനിൽ ആദ്യമായി കൺസ്യൂം ചെയ്ത് തീരുന്ന റിയാക്റ്റൻറ്റിന് പറയുന്ന പേരാണെന്ത്? ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. അതായത് ഒരു റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ റിയാക്ഷനിൽ കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രവർത്തിച്ച് തീരുന്ന റിയാക്റ്റൻ്റ് ഏതാണോ ആ റിയാക്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രത്യേക എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ H2+O2 gives H2O. ഇത് നമ്മൾ ബാലൻസ് ചെയ്താൽ, ബാലൻസിങ് നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ്. 2H2+O2 gives 2H2O നമുക്ക് എഴുതാൻ സാധിക്കും. ഇതാണ് ദിസ് ഈസ് ദി ബാലൻസ്ഡ് ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഈ ഇക്വേഷനിൽ നിന്നും നമുക്കതിൻ്റെ സ്റ്റോയിഷ്യോമെട്രി മനസ്സിലാക്കാൻ വേണ്ടി ദിസ് ഈസ് 2 moles of hydrogen, 2 mole hydrogen. This is 1 mole of oxygen. But 2 moles of hydrogen reacts with 1 mole of oxygen to form 2 moles of water. Okay, 2 mole hydrogen 1 mole ഓക്സിജനുമായി കൂടിച്ചേർന്ന് 2 mole വാട്ടർ ഉണ്ടാകുന്നു. ഇനി നമ്മൾ സപ്പോസ് ഇവിടെ എല്ലാം നമ്മൾ 2 mole ഹൈഡ്രജനും 2 mole ഓക്സിജനും എടുത്ത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, 2 mole ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യാൻ വി ഓൺലി നീഡ് 1 mole ഓഫ് ഓക്സിജൻ. ഇവിടെ നമ്മൾ 2 mole എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് വരും? ഈ ആഫ്റ്റർ ദ റിയാക്ഷൻ 1 mole ഓക്സിജൻ വിൽ റിമെയിൻ, അല്ലേ? അൺറിയാക്റ്റീവ് ആയിട്ട് എന്തുണ്ടാവും? 1 mole ഓക്സിജൻ അവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ അങ്ങ് പ്രവർത്തിച്ചങ്ങ് തീർന്നു പോകും, അല്ലേ? അവിടെ പ്രവർത്തിച്ച് തീർന്നു പോകുന്നു. അപ്പോൾ ഈ കേസിൽ ആദ്യം പ്രവർത്തിച്ച് തീരുന്ന റിയാക്റ്റൻ്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. സോ ഇൻ ദിസ് റിയാക്ഷൻ ഹൈഡ്രജൻ ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്.
or limiting hydrogen is the limiting reactant. Limiting reactant ഏതാണ്? ഹൈഡ്രജനാണ്. കാരണം അവിടെ ഈ റിയാക്ഷനിൽ ആദ്യം കൺസ്യൂം ചെയ്യപ്പെടുന്നത് ഏതാണ്? കൺസ്യൂം ചെയ്ത് തീർന്നു പോകുന്ന ഏതാണ്? ഹൈഡ്രജനാണ്. അതുകൊണ്ട് ഈ കേസിൽ ഹൈഡ്രജനാണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ റിയാക്ഷനിൽ ആദ്യമായിട്ട് പ്രവർത്തിച്ച് തീരുന്ന, കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്ത് തീരുന്ന റിയാക്റ്റൻ്റ് ഏതാണോ ആ റിയാക്റ്റൻ്റിനെയാണ് നമ്മൾ ആ റിയാക്ഷനിലെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പെർട്ടിക്കുലർ എക്സാമ്പിളിൽ ഹൈഡ്രജനാണ് ലിമിറ്റിംഗ് റിയാജൻറ്റ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് മറ്റ് ചില പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് കാൽസ്യം ഓക്സൈഡ്, CaO എന്ന് പറഞ്ഞാൽ കാൽസ്യം ഓക്സൈഡ്, ഒബ്റ്റൈൻഡ് ബൈ ഹീറ്റിംഗ് 2.5 gram ഓഫ് കാൽസ്യം കാർബണേറ്റ്. 2.5 gram കാൽസ്യം കാർബണേറ്റ് കത്തുമ്പോൾ ഉണ്ടാകുന്ന കാൽസ്യം ഓക്സൈഡ് കാൽസ്യം ഓക്സൈഡിൻ്റെ മാസ് എത്രയാണ് എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഇക്വേഷൻ നമുക്കറിയണം. കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്താൽ നമുക്ക് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും നമുക്ക് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരുന്നു? CaCO3 കാൽസ്യം കാർബണേറ്റ് ഗീവ്സ് CaO പ്ലസ് CO2. കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്താൽ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു. ഇനി നമ്മൾ അതിൻ്റെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 1 mole ഓഫ് കാൽസ്യം കാർബണേറ്റ് റിയാക്ട് ടു ഫോം 1 mole ഓഫ് കാൽസ്യം ഓക്സൈഡ് ആൻഡ് 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 1 mole കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളിക്കുലർ മാസാണ്. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ കാൽസ്യം കാർബണേറ്റ് കാൽസ്യത്തിൻ്റെത് 40 ആണ്, പ്ലസ് 12 പ്ലസ് 48 പ്ലസ് 88 പ്ലസ് 12 എന്ന് പറയുമ്പോൾ 100 വരും അല്ലേ. അപ്പോൾ കാൽസ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് 100 gram ആണ്. ഓക്കെ. അതേപോലെ കാൽസ്യം ഓക്സൈഡിനെ നമ്മൾ നോക്കിയാൽ എന്ത് മനസ്സിലാവും? കാൽസ്യത്തിൻ്റെ 40 ആണ്, പ്ലസ് 16 ദാറ്റ്സ് ഈക്വൽ ടു 56. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? 56 gram. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമുക്ക് ആവശ്യമില്ല എങ്കിലും എത്ര വരും? 44 gram എന്ന് വരും. ഇനി ഇവിടെ നമുക്ക് കാൽസ്യം കാർബണേറ്റും കാൽസ്യം ഓക്സൈഡും ആണ് നമ്മളെ നമുക്ക് ആവശ്യമുള്ള കാര്യം. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 100 gram ഓഫ് കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്താലാണ് 56 gram ഓഫ് കാൽസ്യം ഓക്സൈഡ് കിട്ടുന്നത്. നമുക്ക് കാണേണ്ടത് 2.5 gram കാൽസ്യം കാർബണേറ്റ് കത്തിച്ചാൽ എത്ര കിട്ടുമെന്നാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുക, മാസ് ഓഫ് CaO obtained by heating 100 gram of CaCO3 is equal to 56 gram. അപ്പോൾ 100 gram കാൽസ്യം കാർബണേറ്റ് കത്തുമ്പോൾ 56 gram കാൽസ്യം ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ആലോചിക്കേണ്ടത് 1 gram കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്താൽ എത്ര gram കാൽസ്യം ഓക്സൈഡ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ 100 gram കത്തുമ്പോൾ 56 gram ഉണ്ടാകുമെങ്കിൽ 1 gram കത്തുമ്പോൾ എത്ര ഉണ്ടാവും? 56/100 ഉണ്ടാവും. ഓക്കെ അല്ലേ? 56/100 എന്ന് വരും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. എങ്ങനെ? മാസ് ഓഫ് CaO obtained by heating 1 gram of CaCO3 is equal to 56/100. അപ്പം നമുക്ക് 1 gram കത്താനുള്ള എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ 2.5 gram കാൽസ്യം കാർബണേറ്റ് ചൂടാക്കിയാൽ എത്ര കിട്ടും? അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. അങ്ങനെ 56/100 ഇൻറ്റു 2.5 അത് എത്ര കിട്ടും? നമുക്ക് 1.4 gram എന്ന് കിട്ടും. ഓക്കെ.